ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെയാണ്. നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെ ഈ ഒരു ചൂടോടുകൂടി ഈ ഒരു വട കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ്, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്, ഒരു 1.5 മണിക്കൂർ മുന്നേ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ മുന്നേ ഇട്ട് വെച്ചാലും മതിയാവും. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഇപ്പോൾ 2 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് തിരുമ്മിയെടുത്താൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. അപ്പോൾ റവ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ ഈ ഒരു മുരിങ്ങയിലേക്ക് പകരമായിട്ട് ചീരയില ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ 1 കപ്പ് മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് 1/4 കപ്പിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും. കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവാവുന്ന വരെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കൂടുതൽ വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്താലും മതിയാവും. ഇനി മൈദപ്പൊടിക്ക് പകരമായിട്ട് കടലപ്പൊടി കയ്യിലുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു സമയത്ത് അരിപ്പൊടി ചേർക്കണമെന്നില്ല. അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി എക്സ്ട്രാ ചേർത്തിട്ട് ഇതുപോലെ മാവ് റെഡിയാക്കി എടുത്താലും മതിയാവും. പിന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും ഏകദേശം ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറാവാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 ഭാഗവും കറക്റ്റായിട്ട് വെന്ത് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഇത് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല ചൂടുള്ള ചായയുടെ കൂടെ വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം, ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ പുറം ഭാഗമൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉൾഭാഗം കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.